പെരിന്തൽമണ്ണ നഗരസഭയിലെ ഭരണത്തിൻ്റെ കാലാവധി അവസാനിക്കാറായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക്. ഒട്ടേറെ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നു എന്നാണ് ഭരിക്കുന്നവർ പറയുന്നത്. പ്രതിപക്ഷം, അതായത് നിങ്ങളെപ്പോലുള്ള UDF, മുസ്ലിം ലീഗൊക്കെ പറയുന്നത് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അവസാന കാലത്ത് മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വയറ് നിറച്ച് ബിരിയാണി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അതുപോലെയാണെന്നാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. മുസ്ലിം ലീഗിൻ്റെ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറിയാണ് പ്രൊഫസർ നാലകത്ത് ബഷീർ. അപ്പോൾ മുസ്ലിം ലീഗിനെ പരിഹാസരൂപേണയെങ്കിലും അദ്ദേഹം പറഞ്ഞത്, നേരത്തെ ഒരു ദിവസം ചെയർമാൻ പറഞ്ഞത്, അവർക്ക് വേറെ സമരം നടത്താൻ ഒരു കാരണങ്ങളില്ല, എങ്കിൽ പിന്നെ ഒരു സമരം കിടക്കട്ടെ എന്ന രീതിയിലാണ് ഇപ്പോൾ സമരം എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് മുസ്ലിം ലീഗ് നേതാവായ നാലകത്ത് ബഷീർ എന്താണ് പ്രതികരിക്കാനുള്ളത്? പെരിന്തൽമണ്ണ നഗരസഭയിൽ വേറെ സമരങ്ങൾ നടത്താൻ വേറെ പോയിന്റ്സുകളില്ല മുസ്ലിം ലീഗിന് എന്ന് പറഞ്ഞാൽ തികച്ചും അസംബന്ധമാണ്. മുസ്ലിം ലീഗ് മാത്രമല്ല, ഞങ്ങൾ നടത്തുന്ന ഈ സമരം ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. 5 ടേം കഴിഞ്ഞു, 6ാമത്തെ ടേം ഇനി 2 മാസമേ നിലനിൽക്കുന്നുള്ളൂ. ഇത്രയും കാലമായിട്ട് ഈ 6ാമത്തെ ടേമിലെ അവസാനത്തെ 2 മാസം വെച്ചാണ് ചില വികസന പ്രവർത്തനങ്ങളൊക്കെ, ടൗൺ ഹാൾ പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 30 വർഷം ഇവരെവിടെയായിരുന്നു? പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഇടതുപക്ഷം ഭരിക്കുന്നു, കേരളം ഇടതുപക്ഷം ഭരിക്കുന്നു. ഇത് രണ്ടും കൂടെ വരുമ്പോൾ അവർക്ക് എന്തെല്ലാം വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ അവർക്ക് കഴിയും. പക്ഷേ യാതൊന്നും അവർ പെരിന്തൽമണ്ണയിൽ കൊണ്ടുവരുന്നില്ല. ഞങ്ങളിത് കൊടുക്കുന്നത് ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ അവസാന സമയത്ത് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാൽ, ഇനി ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് ഇതുപോലുള്ള ഒരു അക്കടി പറ്റരുത് എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ അവസാന നിമിഷത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സമരം നടത്തുന്നത്. 30 വർഷം ജനങ്ങൾ കാത്തുനിന്നു, ക്ഷമയുടെ നെല്ലിപ്പടി കഴിഞ്ഞു ജനങ്ങളുടെ. ഇനി ഇവരെ അധികാരത്തിൽ കയറ്റരുത്. അതായത് ഒരവസരം നിങ്ങൾ മുസ്ലിം ലീഗിന്, UDFന് നൽകൂ. എങ്ങനെയാണ് പെരിന്തൽമണ്ണയിലെ വികസനം എന്നത് ഞങ്ങൾ കാണിച്ചു തരാം, അതിനുള്ളൊരു അവസരം നൽകണം എന്ന് ഓതിക്കൊണ്ടിട്ടുള്ളൊരു സമരമുറയാണ് പെരിന്തൽമണ്ണയിലെ മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സമരമൊക്കെ ഇപ്പോൾ വേറെ സമരങ്ങളൊന്നുമില്ല, ജൂബിലി റോഡിൻ്റെ വിഷയത്തിൽ ഒന്നും പറയാനില്ല, ഇങ്ങനെയൊക്കെയാണ് ഭരണപക്ഷത്തുള്ള ആളുകൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സമരത്തിൻ്റെ ഒരു സമരവും ഇല്ലാത്തത് കൊണ്ടുള്ള സമരം പ്രഹസനമാണെന്നാണോ അവർ പറയുന്നത്? ജൂബിലി റോഡിൻ്റെ ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, ജൂബിലി റോഡ് എന്ന് പറയുന്നത് 2001-2006 കാലഘട്ടത്തിൽ UDF കേരളം ഭരിച്ചിരുന്ന കാലത്ത്, അന്ന് MK മുനീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും നാലകത്ത് സൂപ്പി സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഞങ്ങളോടൊരു ആവശ്യപ്പെടുകയാണ്. ഞാൻ അന്ന് മുനിസിപ്പാലിറ്റിയിലെ ഓപ്പോസിഷൻ ലീഡർ, പ്രതിപക്ഷ നേതാവാണ്. കൗൺസിൽ ഒരു തീരുമാനം എടുത്ത് ഇങ്ങോട്ട് തരൂ, ഉടനെ തന്നെ ഞങ്ങൾ ആ റോഡിനെ PWD റോഡാക്കി റബ്ബറൈസ് ചെയ്ത് പണി പൂർത്തിയാക്കാം എന്ന് പറഞ്ഞ് ആ പ്രമേയം ഞാൻ കൗൺസിലിൽ അവതരിപ്പിക്കുകയാണ്. അവരവരുടെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് അതിന് തള്ളി, വോട്ടിനിട്ട ആ പ്രമേയത്തെ തള്ളി. എന്തുകൊണ്ട്? ജൂബിലി റോഡ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കറവപ്പശുവാണ്. 95 മുതൽ ഈ കാലം വരെയുള്ളിടക്ക് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി, എത്ര കോടിക്കണക്കിന് രൂപയാണ് ആ ജൂബിലി റോഡിന് വേണ്ടി മാത്രം ഈ മുനിസിപ്പാലിറ്റി ചെലവഴിച്ചിട്ടുള്ളത്. അത് മുഴുവൻ ടെൻഡർ വർക്ക് പോലുമല്ല, അത് മുഴുവൻ കൺവീനർ വർക്കാണ്. നമുക്കറിയാലോ കൺവീനർ വർക്ക് എന്താണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിലുള്ള ചില കോൺട്രാക്ടിംഗ് സൊസൈറ്റികളുടെ കീഴിലുള്ള ആ സോളിംഗ് മെറ്റലിംഗ് നടത്തിയതടക്കം, അത് ഇന്റർലോക്ക് നടത്തി അവിടെ എത്ര പേരാണ് ബൈക്ക് അപകടത്തിൽ മരിച്ചു പോയതെന്നറിയോ? അങ്ങനെയുള്ള കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ആ ജൂബിലി റോഡ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജൂബിലി റോഡ് നന്നാകുക എന്നുള്ളതല്ല പ്രശ്നം, ജൂബിലി റോഡ് അവർക്ക് ആവശ്യമായിട്ടുള്ള അഴിമതി നടത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ജൂബിലി റോഡിനെ അവർ കാണുന്നത്. ഇപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, തെരഞ്ഞെടുപ്പിൽ UDFന് വിജയിച്ച് ഭരണത്തിൽ കയറാൻ കഴിയുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടോ? UDF ജനങ്ങൾ ഈ ഭരണം വെറുത്തു കഴിഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ജനങ്ങളടക്കം നിങ്ങൾ ഈ ഭരണം ഇറക്കിത്തരുവോ എന്ന് ഞങ്ങളോട് പറയാൻ തുടങ്ങി. കാരണം അത്രയ്ക്കും നെറികെട്ട ഭരണമാണ് പെരിന്തൽമണ്ണ നഗരസഭയിൽ നടക്കുന്നത്. പെരിന്തൽമണ്ണയിലുള്ള ഓരോ ജീവനം പദ്ധതി ഉദാഹരണം എടുത്തു നോക്കാം. ജീവനം പദ്ധതി പാവപ്പെട്ട ഓരോ വീടുകളിൽ നിന്ന് മാലിന്യം കളക്ട് ചെയ്യുന്നു, കച്ചവടക്കാരിൽ നിന്ന് മാലിന്യം കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്യുന്ന മാലിന്യം കളക്ട് ചെയ്യുമ്പോൾ അതിന് 94 പാവപ്പെട്ട കുടുംബങ്ങളിലെ ജീവനക്കാർ അതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്.
അവർക്ക് തുച്ഛമായ വേതനമാണ് നൽകുന്നത്. മാത്രമല്ല ഈ കളക്ട് ചെയ്യുന്ന ഈ മാലിന്യങ്ങളിൽ നിന്ന് വേർതിരിച്ച് ഒരു മാസത്തിൽ ചുരുങ്ങിയത് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള സാധനങ്ങൾ മറിച്ച് വിൽക്കുന്നുണ്ട് അവിടെ. ആ മറിച്ച് വിൽക്കുന്നത് മുഴുവൻ അവിടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടായിരുന്നു. ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആ സ്ഥാനം രാജിവെച്ച് അവിടെ ഒരു കോർഡിനേറ്ററായി, ജീവനം പദ്ധതിയുടെ കോർഡിനേറ്ററായി. ഒരു കൗൺസിലർ അവിടെ ഒരു ജീവനക്കാരനാവുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്തിനു വേണ്ടിയാ? അദ്ദേഹത്തിലൂടെ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ജീവനം പദ്ധതിയിൽ നിന്ന് പാവപ്പെട്ട കച്ചവടക്കാരിൽ നിന്നും വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങളും അവരെടുത്ത് പണം സമ്പാദിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളിൽ അടക്കം ഇവര് പണം കണ്ടെത്തുകയാണ്. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.